ृतधामापराजित दुरावह प्रणवात्मिक अधिकस्वरातुतिशारद नमोऽस्तु ते श्यामाम्बरं मुखसागरं तुलसीदलम् अतिसुन्दरं कनकासुखम्
കല്യാണം കഴിഞ്ഞു, ഒരു കല്യാണം കഴിഞ്ഞോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. So first you heard about him, that moment you just ഫസ്റ്റ് തിരുവനന്തപുരമാണ്, ദൂരാണ്, അപ്പം തന്നെ വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഇങ്ങനെ കണക്റ്റ് ആയി. ഓക്കെ. ആളുടെ സ്പെഷ്യൽ കുറച്ച് ക്വാളിറ്റീസ് സ്ട്രൈക്ക് ചെയ്തു. ക്വാളിറ്റീസ് വളരെ അണ്ടർസ്റ്റാൻഡിങ്, കെയറിങ് ആണ്. നമ്മൾ പറയാതെ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി പെരുമാറും ചെയ്യും. സെയിം ബ്രോ. ഇപ്പോൾ എന്താ തോന്നുന്നത് വെച്ചാൽ വളരെ ഹാപ്പിയാണ്. പിന്നെ കല്യാണം പ്രതീക്ഷവരെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ അഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു കുട്ടിയാണ്. ദേഷ്യമൊന്നും വരാതെ ഇല്ല, എപ്പോഴും ശാന്തശീലമാണ്, പിണങ്ങത്തില്ല. അതൊക്കെ പെട്ടെന്ന് എല്ലാം തീർന്നു. കണ്ണടിച്ച് കൊടുക്കുമ്പോഴത്തേനും കല്യാണം ബ്രദറിൻ്റെ കല്യാണം ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഷോക്ക്ഡായിരുന്നു. കാരണം പെട്ടെന്നായിരുന്നു വളരെ എല്ലാം. ഇതൊരു 6 മാസത്തിനുള്ളിൽ എന്തോ ആണ് പെട്ടെന്നായത്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അത്രയും പെട്ടെന്ന്. ബട്ട് ഹാപ്പി ആയിരുന്നു. പിന്നെ മറ്റു ചേച്ചിനെ പറ്റി എല്ലാം അറിഞ്ഞപ്പോൾ നല്ലൊരു ചേച്ചിയാണെന്ന് മനസ്സിലായി. പുള്ളിക്കാരി അടിപൊളിയാണ്. അവർ രണ്ടുപേരും അതൊരു അടിപൊളി മാച്ചാണ്. പിന്നെ അങ്ങനെ ഒരുപാട്, അതായത് കല്യാണം ഇത്രയും പാടുള്ള കാര്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒരുപാട് പ്ലാനിങ്ങും ഒക്കെ ഇത്രയും വേണ്ടി വരും. ഞാനും ഇത്രയും കിടന്ന് ഓടേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ബാക്കിയുള്ള ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ കെട്ടി സന്തോഷമാണ്. അവരുടെ ഹാപ്പി ലൈഫ് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിലെ തൊട്ടേ നമ്മൾ കളിച്ച് വളരുമ്പോൾ ഞാൻ ഇതൊന്നും ആലോചിക്കുന്നില്ല. ചേട്ടൻ ഒരു ദിവസം കല്യാണം കഴിക്കും, സ്വന്തത്തിൽ കുടുംബം തുടങ്ങും എന്നൊന്നും ആലോചിക്കുന്നില്ലായിരുന്നു. പക്ഷെ അടുത്തോട്ട് വന്നപ്പോൾ ഇപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ ഒരു ചെറിയ വിഷമമുണ്ട്. അതിപ്പോൾ വിഷമം എന്തെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനാണ്, എൻ്റെ വളർന്നതാണ്. ഇനിയിപ്പോൾ പുള്ളിക്കാരൻ സ്വന്തമായിട്ടൊരു ഫാമിലി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു സന്തോഷമുണ്ട്, വിഷമമുണ്ട്. പണ്ട് തൊട്ടേ പൊതുവെ വീട്ടിലായാലും കുറച്ച് ക്വയറ്റ് നേച്ചറാണ് പുള്ളിക്കാരൻ. വലിയ സംസാരമൊന്നുമല്ല. വീട്ടിലെ നല്ല പുത്രനാണ്, നല്ലോണം പഠിക്കും, എല്ലാത്തിലും മിടുക്കനാണ്. പക്ഷേ ചേച്ചി കറക്റ്റ് അതിന് ഓപ്പോസിറ്റാണ്. അപ്പോൾ അവർ രണ്ടുപേരും അവരെ എനർജി ഒന്ന് മാച്ച് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളൊന്ന് താഴ്ന്നു പോയാൽ മറ്റേ പൊക്കാനും, ഒരാളൊന്ന് പൊങ്ങിയാൽ മറ്റേ താക്കാനും, അങ്ങനെ ഒരു ഇൻ ആൻഡ് യാൻ പോലെയാണ് അവർ രണ്ടുപേരും. പെട്ടെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് മണ്ഡപത്തിൽ കയറി കെട്ടെല്ലാം ആയി. അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ എൻ്റെ ചേട്ടനെ ഇനി ഒരു കുടുംബം തുടങ്ങാൻ പോണേ. അപ്പോൾ എനിക്കുള്ളൊരു ഫ്രീഡം എനിക്കൊന്ന് കാണുമോ എന്ന് ചേട്ടൻ തന്നെയാണ്, മാറുന്നില്ല. എന്നാലും വേറെ ആളും കൂടി വരെയല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടനടുത്തുള്ളവരിന്ന് മാറുമെന്ന് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് ഹാപ്പി തന്നെയാണ് ചേട്ടൻ കല്യാണം കഴിച്ചത്. So we are starting a new beginning from today onwards, and I wish them all the best, and I hope they have a very happy married life. മഞ്ജുവിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്, പക്ഷെ അതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അവൾ തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ എന്താ പറയുക മുന്നോട്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന അങ്ങനെ ഒരു കൂട്ടത്തിലുള്ളത്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം എങ്ങനെ വേണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഫുൾ ക്ലാരിറ്റി അവൾക്കുണ്ട്. ആൻഡ് അത് ഇങ്ങനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്നത് കാണുമ്പോൾ വളരെ ഹാപ്പിയാണ്. പിന്നെ സിദ്ധു അവൾക്ക് പറ്റിയൊരു എന്താ പറയുക പോരാളി പങ്കാളി ആണ്. ആൻഡ് നല്ലൊരു കപ്പിളായിട്ട് അവർ എന്നും ഉണ്ടാവും. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവീസിന് നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ വെഡ്ഡിങ് ഡ്രസ്സിൽ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ കാണുന്ന ആ ഒരു ഫീലിംഗ് അല്ല ഇത്. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡായി
കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തരം ഫീലിംഗ് ആയിപ്പോയി. എനിക്ക് എങ്ങനെയത് പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ വളരെ ഹാപ്പിയായി. ആ അമ്പലത്തിൽ ഗുരുവായൂർ നടയിൽ നിൽക്കുമ്പോൾ അത് ആ ഒരു ഡ്രസ്സിൽ രണ്ടുപേരും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണിറങ്ങി പോയി. പക്ഷേ അത് നല്ലൊരു ഫീലായിരുന്നു. വീട്ടിൽ പഞ്ചു ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് അമ്മയായിട്ടാണ്. അപ്പോൾ അമ്മ ശരിക്കും അവർ തമ്മിലൊരു എടാപൂട ബന്ധമാണ്. രണ്ടുപേരും ഭയങ്കര ക്ലോസാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ അടി കൂടും, നല്ല രീതിയിൽ ഇണങ്ങും പിണങ്ങും. അതൊക്കെ അവരുടെ ഇതായിട്ടുള്ളൊരു ഇപ്പോൾ അവൾക്ക് എന്താ പറയുക, ഒരു അമ്മേനെയും കൂടിയും ഒരു അച്ഛനെയും കൂടിയും എക്സ്ട്രാ അവളുടെ ലൈഫിലേക്ക് കിട്ടിയേക്കാണ്. അപ്പോൾ ഇതേപോലെ തന്നെ അവിടെയും ആൾ സിങ്കായി വരണം. ഓൾറെഡി സിങ്കായിട്ടുണ്ട്. ബട്ട് ഇനിയും കുറച്ചും കൂടി നല്ല രീതിയിൽ അത് സിങ്കാവും. അവിടെയും ഇതേപോലെയൊക്കെ തന്നെ പാരവെപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. പിന്നെ എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. മംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കന്ദേ ബദ്നാമി ശുഭഗേ ത്വം ജീവ സദാ ശതം. മംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കന്ദേ ബദ്നാമി ശുഭഗേ ത്വം ജീവ സദാ ശതം. മിഴിവേകും മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ. മിഴിവേകും മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ. ഉള്ളിലീറൻ തെന്നലായൻ മുന്നിൽ വന്നു നിന്നാൽ പെണ്ണേ മാംഗല്യം മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ മാംഗല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം നിഴലായി നീ അണിചേരാൻ മാംഗല്യം മനമാകെ മാംഗല്യം പുതുകനവിൻ പന്തലു വേണം. വഴിയാകെ നിറമേകും നറുമുല്ലപ്പൂവതു വേണം. മനമാകെ മാംഗല്യം പുതുകനവിൻ പന്തലു വേണം. വഴിയാകെ നിറമേകും നറുമുല്ലപ്പൂവതു വേണം. വെണ്ണിലാവിൻ വെള്ളി പൂടവ വേണം. പെണ്ണിൻ കുറി വരയ്ക്കാൻ തിങ്കൾ കലയും മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ മാംഗല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം നിഴലായി നീ അണിചേരാൻ മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം കന്ദേ നിറവാനി മഴവില്ലിൻ ജീവസദാശല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം കന്ദേ നിഴലായി നീ അണിചേരാൻ ജീവസദാശല്യം മാംഗല്യം കന്ദേ ബദ്നാമി ശുഭഗേ ത്വം ജീവ സദാ ശതം. മംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കന്ദേ ബദ്നാമി ശുഭഗേ ത്വം ജീവ സദാ ശതം. മംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കന്ദേ ബദ്നാമി ശുഭഗേ ത്വം ജീവ സദാ ശതം.
வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம் செல்ல கிளி தானும் மெல்ல நாணம் கொண்டாளே முல்லை கமழ்வது போலே தெய்வீக பந்தம் காணும் தீபம் ஜ்வலிக்க கோலம் எழுதி மங்கள வாழ்த்து சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே சிந்தாழை மங்கை வண்ணம் மை கொண்ட கண்ணும் மின்னும் வாரணாலும் நெஞ்சில் வாழ்வெல்லாம் மன்னன் அன்பில் வான் செல்லும் தேனோரமுதம் தானாகும் மாலை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலி கண்ணுக்கு நிறைஞ்ச கல்யாணம் പലദിനമായി
நிலை பெயராது சிலை போலவே நின்று நிலை பெயராது சிலை போலவே நின்று நேரமாவதறியாமலே மிக வினோதமான முரளிதரா நேரமாவதறியாமலே மிக வினோதமான முரளிதர என் மனமலை பாயுது அலைபாயுதே கண்ணா என் மனமதில் அலைபாயுதே ஆனந்த மோகன வேணுகானமதில் அலைபாயுதே கண்ணா என் மனமலை பாயுதே உன் ஆனந்த மோகன வேணுகானமதில் அலைபாயுதே தெளிந்த நிலவு பட்ட பகல் போல் எரியுது தெளிந்த நிலவு பட்ட பகல் போல் எரியுது உந்திக்கை நோக்கி என் இருபுருவம் நெறியுது கனிந்த உன் வேணுகானம் கனிந்த உன் வேணுகானம் காற்றில் வருகிறது கனிந்த உன் வேணுகானம் காற்றில் வருகிறது கண்கள் சொருகே ஒரு விதமாய் வருகிறது கண்கள் சொருகே ஒரு விதமாய் வருகிறது கதித்த மனத்தில் உறுத்தி பதத்தை எனக்கு அழைத்து மகிழ்த்தவா ஒரு தனித்த வனத்தில் அணைத்து எனக்கு உணர்ச்சி கொடுத்து முகிழ்த்தவா கதறி மனமுருகன அழைக்கவோ இதர மாதருடன் நீ கழிக்கவோ கதறி மனமுருகன அழைக்கவோ இதர மாதருடன் நீ கழிக்கவோ இது தகுமோ இது முறையோ இது தர்மம் தானோ இது தகுமோ இது முறையோ இது தர்மம் தானோ
மிகவோடு அலைப்பாயுதே. நீயொளி நீ சுடர் நீ விளக்கம் நீயொளி நீ சுடர் நீ விளக்கம் நீ காட்சி மின்னல் ரத்தினம் கனல் தீ குழந்து நீ காட்சி மின்னல் ரத்தினம் கனல் தீ குழந்து புகழ் வீரம் இவை நினது லீலை. புகழ் வீரம் இவை நினது லீலை. அறிவின் குறி அறிவின் குறி நீ அறிவின் குறி நீ சுடுகின்றாய் வாழ்க. நீ காட்டுகின்றாய் வாழ்க. உயிர் தருகின்றாய் உடல் தருகின்றாய். உயிர் தருகின்றாய் உடல் தருகின்றாய். வளர்கின்றாய் மாய்கின்றாய் வளர்கின்றாய் மாய்கின்றாய். நீர் தருகின்றாய் காற்றை வீசுகின்றாய் வாழ்க. ആകാശ വീട് കട്ടും കണ്ണിലെ ചിന്നോണ്ട് കൂട് കട്ട വന്നേ. സംഗീത പാദങ്ങളിൻ പേരോസയിൽ சொக்கி உன்னோடு வாசல் வரை வந்தே. மின்னாம்பல் புன்னகையின் பேரன்பிலே விண்மீனில் வீடெடுப்பேன் என்றே. உன்னை காணவே ஆசை ஒவ்வொன்றும் ஒற்றை காலில் நின்றெங்கும்
அதற்காகவே வாசல் படியோரம் எந்தன் வாழ்க்கை குடியேறும். எவரும் காங்கல இவம்படும் அவதி இதய துடிப்பினில் அலைகளின் சுருதி. விழிகள் மலர்வதை ரசித்திட விரும்பி உறக்கம் போய்விடும் வீட்டுக்கு திரும்பி. ஆகாச வீடு கட்டும் கண்ணிலே சங்கீத பாதங்களின் பேரோசையில் சொக்கி தேரனா தேரானா தேனா. அழகே ഇനിയില്ല വേറാരുമേ ഉലകിൽ ഇനിയെല്ലാം നീ മാത്രമേ. വിണ്ണിലെ അലയുന്ന താരമേ നിലയില്ല ഭൂമിയിൽ അറിയാതെ വീണതോ മണ്ണിലെ കൊതിയാലെ നിന്നെ കാണാനായി നിറകുങ്കുമമാകെ മെയ്യണിഞ്ഞു ഞാൻ. കൈ തൊടുമ്പോൾ നിന്നെ മൂവന്തിയാളെ ആരുയിരെ നീയെ ഉള്ളിനുള്ളിലായി ചേർത്തു വച്ച് ഞാനേ എന്നെന്നുമേ. ശിവ ഈശാന്ന് വെച്ചെന്നാന്നറിയോ നിനക്ക്? പാർവതി. ഇപ്പോ ശിവയുടെ കൂടെ പാർവതി വന്നില്ലെങ്കിൽ മറ്റാരും വരാനാ? ഇലപൊഴിയും കാലം പോലും ഇതളാർന്നു നീയാൽ താനെ ഇരുമിഴിയാൽ കണ്ടേ ഞാനും ഇവയെല്ലാം തന്നെ താനേ. മുകിലോളം ഉയരും മോഹം മഴയായി പെയ്യും. സാൻഡ്ര നമ്മളോട് ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മളോട് ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലായി നമ്മൾ ഒരുമിച്ച്. സോ അവൾ ആർട്സ് ഫെസ്റ്റിന് സമയമാകുമ്പോഴത്തേക്ക് അവൾ നമ്മളെല്ലാവരും കൂടെ വിളിച്ച് ഡാൻസ് അത്യാവശ്യം കളിക്കാൻ അറിയാത്ത പിള്ളേരെല്ലാവരും കൂടെ വിളിച്ച് ഒരുമിച്ചിരുന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ് അവളുടെ മെയിൻ പരിപാടി. പിന്നെ തേർഡ് ഇയർ ആയിരുന്നപ്പോൾ നമ്മൾ ഒരു ക്ലിനിക്കിലായി. പിന്നെ ക്ലിനിക്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കും അങ്ങനെ. പിന്നെ അവൾ ആർട്സ് സെക്രട്ടറി ആയിരുന്നു. അപ്പം ഡാൻസ് പഠിപ്പിക്കാനായിരുന്നു മെയിനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഹോസ്റ്റലിൽ ഒരുമിച്ച് കൂടുന്നത്. പിന്നെ ഇൻറ്റേൺഷിപ്പായി. അങ്ങനെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയി അവസ്ഥ. ഓക്കെ, അവൾ ആക്ച്വലി ഒരു നമ്മുടെ കോളേജിലായിരുന്ന സമയത്ത് എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിച്ചും അങ്ങനെ ഒരു രീതിയിലായിരുന്നു. ആക്ച്വലി ഒരു ഇച്ചിരി ഇമ്മെച്യൂർ ഗേൾ ആയിരുന്നു. പക്ഷേ ഈയിടയ്ക്കായിട്ട് അവൾക്കൊരു ഇച്ചിരി മാറ്റമുണ്ട്. ലൈക്ക് അവൾ ഇച്ചിരി മെച്യൂർ രീതിയിലൊക്കെ സംസാരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെന്തോ നല്ലതായിരുന്നു. ഭയങ്കര ഒരു ഇമോഷണൽ രീതിയാണ്. ബിക്കോസ് അവളുടെ ഒരു ഈ ഒരു ഫേസിൽ കൂടെ ഞാനൊരു പാർട്ടായിട്ടുണ്ട്. സോ എനിക്കറിയായിരുന്നു അവൾ എത്രമാത്രം അവൾ സിദ്ധുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഫീലായിരുന്നു. അടുത്ത ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പം രണ്ടുപേരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക. ആൻഡ് ഐ വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. സാൻഡ്ര എന്ന് പറയുമ്പം ഭയങ്കര ജോയ് ആയിട്ടുള്ള വൈബായിട്ടുള്ള ഒരു ക്രൗഡിനെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുന്ന ഒരാളാണ്. ആക്ച്വലി സിദ്ധാർത്ഥ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻട്രോവേർട്ട് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ. പക്ഷെ സാൻഡ്ര ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്. അപ്പോൾ അത് നല്ല സിംഗിൾ തന്നെ പോകുന്നത് എനിക്ക് ഉറപ്പാണ്. സാൻഡ്ര നല്ല പോലെ ഫുഡ് ഉണ്ടാക്കും. സത്യമായിട്ട് പറഞ്ഞതാ. സാൻഡ്ര നല്ല പോലെ ഫുഡ് ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. ബട്ടർ ചിക്കനൊക്കെ സൂപ്പറാണ്. അപ്പോൾ സിദ്ധാർത്ഥന് നല്ല ഫുഡ് കിട്ടും എന്തായാലും. പിന്നെ ഡാൻസ്, പാട്ട് എല്ലാം എല്ലാ എന്റർടൈൻമെന്റ്സും ഉണ്ട്. സർപ്രൈസ് കൊടുക്കാം, പുറത്ത് ലഞ്ചിന് കൊണ്ടുപോകാം.
വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. സാൻഡ്ര എക്സ്പെൻസ് ഇഷ്ടമാണ്. എക്സ്പെൻസ് വെച്ചാൽ മേക്കപ്പ് സാധനങ്ങൾ ഇഷ്ടമാണ്. അതിൽ കൂടുതൽ സാൻഡ്രയ്ക്ക് വേണ്ടി എഫേർട്ട് ഇടുന്നെന്ന് കണ്ടാൽ ഷീസ് വെരി ഹാപ്പി. അതാണ്. ഹാപ്പി മാരീഡ് ലൈഫ് സാൻഡ്ര ആൻഡ് സിദ്ധാർത്ഥ്. കേട്ടില്ല വിരഹാദ്രയായികയാൽ മധുവനിയിൽ നിൽപ്പോന്നു കണ്ണ വന്നില്ല മുരളികയോതും ഗാനം കേട്ടില്ല. അവൾ വരും വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേന്മതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേന്മതി വിടരാനുള്ളിലെ വെൺമതി. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനുണരും വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാൻ